ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ഇവളും കൂടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ. പുള്ളിക്കാരിക്ക് ഒരു രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അകത്തുനിന്ന് ഇരിക്കുന്ന വലിയ പാടാണ്. അപ്പം ഞാനും അവളും കൂടെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഉറക്കം ഉള്ളൂ. മക്കളൊക്കെ സ്കൂളിൽ പോയി. അവർക്കിന്ന് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനൊക്കെ എല്ലാം 7:30 ആകുമ്പോൾ ഒരു വണ്ടി വരും. അവർ വണ്ടിയൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നടക്കണം. അപ്പോൾ ചെടിയൊക്കെ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ചെടിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബന്ദി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് പൂവെടുക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു അതൊക്കെ ആയിട്ട് ഇറങ്ങട്ടേന്ന്. പക്ഷെ ബാക്കിയുള്ള മക്കൾക്കൊന്നും ഇങ്ങനെ ഇറങ്ങി ഇതിൻ്റെ ഇടയിലോട്ടൊന്നുമില്ല. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ പച്ചക്കറിയുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ നടക്കാനും കാറ്റ് കൊള്ളാനും കൊതുകടി കൊള്ളാനും ഒക്കെ. നോക്കുന്നുണ്ടോ? ഇതേ അങ്ങോട്ട് നോക്കി. ദേ അങ്ങോട്ട് അത് പറിക്കാൻ പാടില്ല, കൈ പോവും. അപ്പം ഞാൻ കാണിച്ചു തരാവേ. ഈ ലെയർ നമ്മൾ നട്ടിരിക്കുന്നത് കത്തിരിയാണ് കേട്ടോ. നീല കത്തിരിയില്ലേ, അതാണ് ഈ ലെയർ. അങ്ങേരത്തോട്ട് ഇങ്ങനെ വരെ നട്ടിട്ടുണ്ട്. ഇവിടെ വരെ ഉണ്ട്. കുറച്ചും അങ്ങോട്ടുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പന്നിയുടെ ശല്യം കൊണ്ട് എല്ലാം കുത്തി മറിച്ച് നശിപ്പിച്ച്. പിന്നെ ഇവിടെ തക്കാളി നട്ടിട്ടുണ്ട്. ഇതൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കായ. ഇവിടുന്ന് അതുവരെ ഇതുപോലെ പറഞ്ഞില്ലേ, അവിടെ കാണുന്ന ആ പുരയിടല്ലേ, അവിടെ ഇഷ്ടംപോലെ പന്നിയുടെ ശല്യമുണ്ട്. ഇവിടെ വെണ്ട വൈറ്റും ഉണ്ട്, പിന്നെ നല്ല ഡാർക്ക് ഗ്രീനുണ്ട്, റെഡുണ്ട്. ഇത് റെഡാണ് ഈ വെണ്ട. വൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രീന്, വൈറ്റ് അങ്ങേറ്റമായിരുന്നു, പക്ഷേ അത് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ എല്ലാം കറിവേപ്പില കുത്തി വെച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാനായിട്ടുള്ള. പിന്നെ ഇന്ന് എടുക്കാനുള്ള പൂക്കൾ ഒരുപാടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിനെല്ലാം എടുക്കണം. മഴയ്ക്ക് മുന്നേ എടുക്കും. മഴ ഇപ്പോൾ തുടങ്ങും എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അന്തരീക്ഷം മോശമായിക്കൊണ്ടിരിക്കുന്നു. വേണ്ടോ, പയറെല്ലാം ഇപ്രാവശ്യം മൊത്തം പോയി കേട്ടോ. പോയെന്ന് പറയാൻ കാര്യം മറ്റേ മുഞ്ഞയുണ്ടല്ലോ കേട് വരുന്നത്, അത് കയറി മൊത്തം നശിപ്പിച്ചു. മഴയല്ലായിരുന്നോ, വേണ്ട ഇതുപോലെ വാടിപ്പോയി. അത് ഈ മഴയായിട്ടാണ് കേട്ടോ. അടുത്ത സെറ്റ് പിന്നും തെങ്ങിൻ്റെ തൈ, അടുത്ത സെറ്റായിട്ട് പിന്നും തെങ്ങ് നട്ടിട്ടുണ്ട്. ആദ്യം നട്ടയൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു പന്നി. അപ്പം പിന്നും മേടിച്ചുകൊണ്ട് വന്നൊക്കെ നട്ടിട്ടുണ്ട്. ഇത്രയായി ചാക്കൊക്കെ കെട്ടിയൊക്കെ വെച്ചേക്കുക. കുഴി നല്ല രീതിക്ക് കുഴിയെടുത്താണ് അതിനകത്ത് ഇറക്കി വെച്ചേക്കുന്നത്. അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന്. കുറച്ച് തേങ്ങ പാകി തൈയാക്കാൻ വെച്ചിരുന്നു. അതിൽ 3 വർഷത്തേക്ക് കായ്ക്കുന്ന തെങ്ങിൻ്റെ ഇതായിരുന്നു. അത് മൊത്തം കൊണ്ടുപോയി നശിപ്പിച്ചു. ദേ അമ്പോ, ഇതാരാ നോക്കിയേ? ഹലായാണോ? എന്ത് പറിക്കുന്നു? ഇത് നിങ്ങൾക്കറിയോ എന്താണെന്ന്? ഇത് ശരിക്കും കേട്ടോ. അമ്മയൊക്കെ പറിച്ചത് കഴിക്കുന്നതാണ്. വില കൂടിയ സാധനം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് വന്നില്ലേ, ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്നു. അതാണിത്. എന്തായാലും പൂക്കളെല്ലാം വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് എടുക്കാനുള്ളതായി. മഴയായിട്ടാണ് കേട്ടോ, പൂക്കളെല്ലാം ചെറുതായിപ്പോയി. വല്ലാത്ത മഴയായിരുന്നു കേട്ടോ. ഒരിടെ നിറച്ച് കാട് കയറിയിരിക്കുക. കണ്ണി കൊള്ളല്ലേ വാവേ. കുറേയൊക്കെ ചാഞ്ഞു പോയി. ഇപ്രാവശ്യം ബന്ദി നട്ടതെല്ലാം ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പെന്ന് പറയാൻ കാര്യം മഴ. ഇപ്പോൾ ചുമന്നതൊക്കെ പൂവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ. പാണ്ടിയുടെ മോളാണ്, ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ഇത് കല്യാണി ഉണ്ടായിരുന്നല്ലോ, കല്യാണി, അഹങ്കാരി കല്യാണി, ചട്ടമ്പി കല്യാണി. ആ ചട്ടമ്പി കല്യാണിയുടെ മോളാണ്. അവളെ കുത്തിവെപ്പിച്ചിട്ടില്ല, അതിനുള്ള ടൈമൊക്കെ ആയി വരുന്നു. പിന്നെ ഇവർ രണ്ടാളും പ്രഗ്നൻ്റാണ്. ഇപ്പോൾ നമുക്കിവിടെ മൊത്തം 4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി കേട്ടോ. മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വീട്ടിൽ ആരും ഇല്ലാതാവും. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് വരണവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിർത്തിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ പറയണതിനല്ലേ നിർത്താൻ പറ്റൂ. പിന്നെ പൊടി കുഞ്ഞു അവയെല്ലാം കൂടെ ആയപ്പോൾ പാട്. അപ്പോൾ നമ്മൾ നടത്തം കഴിഞ്ഞ് വെയിൽ തുടങ്ങിയിട്ടുണ്ട്. വെയിലുദിച്ച് വന്ന് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞു. മതി ഇനി നമുക്ക് കയറി പോവാം. പുള്ളിക്കാരിക്ക് തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്നതിനെക്കുറിച്ച് ഒരു താല്പര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ കൊട്. അറിഞ്ഞൂടെ? അയ്യോ,
ദേ 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 ടാറ്റാ 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 അവിടുത്തെ അപ്പോൾ ഓക്കെ ഇത്ര സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കാണിക്കും. കോഴിക്കോടിനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ല. അപ്പോഴേ അതിൻ്റെ ഒന്നും സ്മെല്ലൊന്നും കയറിക്കൂടാ. ഇപ്പോഴൊന്നും കൊണ്ടുപോകില്ല. അയ്യോ ഇപ്പോൾ വീന്നനെടി. പാഷൻ ഫ്രൂട്ട് കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് സെയിലും ചെയ്യുന്നുണ്ട്. നേരത്തെ ഉറങ്ങാനുള്ള പരിപാടിയാണോ, ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നോക്കി നോക്കി ശുണ്ഠി ആയി ചോദിച്ചാൽ അല്ല എല്ലാം തൂത്തോളെ. അപ്പം നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തോടി ചോദിക്കുന്നേ, എന്തരോ കിട്ടി.